വന്നാൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. അതാണ് മതം പഠിപ്പിക്കുന്നത്. ഞാൻ എന്റെ തന്നെ ഒരു അനുഭവം പറയട്ടെ. 10 വർഷം മുമ്പ് രാവിലെ 5 മണിക്ക് ഞാൻ എന്റെ വീട്ടിൽ നിന്നും കാരന്തൂർ മർക്കസിലേക്ക് പോകുമ്പോൾ താമരശ്ശേരി അടുത്ത് ഒരു വാഹന അപകടം. ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ബസ് ലോറിയുമായി മുട്ടിപ്പോയി. കുറേയധികം ആളുകൾക്ക് അപകടമുണ്ടായി. ഞാൻ ചെല്ലുമ്പോൾ ഇരുട്ട് സമയം, ആളുകളില്ല, ടാക്സിക്കാരില്ല, വാഹനക്കാരില്ല. ആദ്യമായി ഞാൻ കാണുന്നത് ഈ സംഭവമാണ്. മാന്യ സഹോദരങ്ങളെ, 15 വ്യക്തികളെ എന്റെ കാറിൽ ഞാൻ എങ്ങനെയോ വലിച്ചിട്ടു. അതിൽ അല്ലാഹ് എന്ന് പറയുന്ന മുസ്ലിം ഉണ്ട്, ദൈവമേ എന്ന് വിളിക്കുന്നവർ ഉണ്ട്, യേശു എന്ന് വിളിക്കുന്നവരുണ്ട്, നെറ്റിയിൽ പൊട്ടുതൊട്ടവരുണ്ട്, രുദ്രാക്ഷി മാല ധരിച്ചവരുണ്ട്, കുരിശ് അടയാളമുള്ളവരുണ്ട്, നിസ്കാരക്കയമ്പുകളുണ്ട്. ഞാൻ എന്റെ കാറിലേക്ക് ഇവരെ കയറ്റുമ്പോൾ അയാളുടെ നെറ്റിയിലേക്ക് നോക്കിയല്ല, അയാളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം നോക്കിയല്ല എന്റെ കാറിൽ കയറ്റിയത്. മറിച്ച് ഇത് മനുഷ്യനാണ്. മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ എന്ത് കഴിയും എന്നാലോചിച്ചുകൊണ്ട് ഞാൻ ഇവരെല്ലാവരെയും പെറുക്കിയിട്ട് താമരശ്ശേരി ആസ്പത്രിയിൽ എത്തിച്ചു. ഡോക്ടർമാരെ ഏൽപ്പിച്ച് ഞാൻ പോയി. ഇതൊരു ചെറിയ അനുഭവം. മാന്യ സഹോദരങ്ങളെ, അതാണ് നാം ചെയ്യേണ്ടത്. ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈ മഹത്തായ തത്വമാണ്. നീ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അടുത്ത വീട്ടിൽ വയസ്സായ ഉമ്മയും രോഗിയായ ഒരു സ്ത്രീയുമാണ് ഉള്ളത്. പുരുഷൻ എവിടെയോ പോയിരിക്കുന്നു എങ്കിൽ നീ അവരെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് അങ്ങാടിയിൽ പോയി വസ്തു വാങ്ങിക്കൊണ്ടുവരാൻ സൗകര്യമുണ്ടാവുകയില്ല. മുസ്ലിമായ നീ അടുത്ത വീട്ടുകാർക്ക് അങ്ങാടിയിൽ നിന്ന് വീട്ടിലേക്ക് സാധനം എത്തിച്ചു കൊടുക്കണം. അത് ഹിന്ദു ആയാലും മറ്റേത് മതക്കാരനായാലും അവരെ മനുഷ്യത്വപരമായി സഹായിക്കണം എന്നാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. ഇങ്ങനെ ധാരാളം നിർദ്ദേശമുണ്ട്. ഇതിന് ചെയ്ത് കാണിച്ചു കൊടുത്ത അനുഭവങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. 4 ഖുലഫാകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ലോകത്തെ ഒന്നായി വിറപ്പിച്ച ഭരണാധികാരിയായ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മഹാന്മാരായ പണ്ഡിതർ, കഴിഞ്ഞുപോയ ചരിത്രത്തിലെ പ്രമുഖരായ വ്യക്തികൾ എല്ലാവരും പഠിപ്പിച്ച മാതൃക അതാണ്. അതുകൊണ്ട് എന്റെ പ്രത്യേകമായ ഒരു അപേക്ഷ, വിശിഷ്യ ഇവിടുത്തെ യുവാക്കളോട്, ഈ കാണുന്നതെല്ലാം 90% യുവാക്കളാണ്. അതിൽ മുസ്ലിംകളും അല്ലാത്തവരൊക്കെ ഞാൻ കാണുന്നു. എന്റെ ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുന്നു. എത്രയെത്ര ഹിന്ദു സഹോദരന്മാരാണ് ഇപ്പോൾ ഇങ്ങനെ കൈ കൂപ്പിക്കൊണ്ട് ഞാൻ വരുന്ന വഴിക്ക് നമ്മോട് ആശ്വാസം പറഞ്ഞത്. അവരോടെല്ലാം എനിക്ക് പറയാനുള്ളത്, ഈ നാട്ടിലെ ക്രമസമാധാനം അത് പോലീസോ ആഭ്യന്തര വകുപ്പോ നടത്തിയാൽ മതിയാവുകയില്ല. അതുകൊണ്ട് യുവ സുഹൃത്തുക്കൾ ഈ കാര്യം ഏറ്റെടുക്കണം. യുവാക്കൾ ഇതിന് ഒറ്റക്കെട്ടായി ഇറങ്ങണം. നാട്ടിൽ ഒരിക്കലും ക്രമസമാധാനത്തിന് വിരുദ്ധമായ ഒന്ന് ഉണ്ടാകാൻ പാടില്ല. അക്രമങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത് വസ്ത്രത്തിന്റെ നിറം നോക്കിയോ നെറ്റിയിലേക്ക് നോക്കിയോ